Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, ഇംഗ്ലീഷ് എക്സാമിന് കോമൺ ആയി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ മേക്കിംഗ് എന്നുള്ളത്. 4ൽ കുറയാത്ത മാർക്ക് പ്രൊഫൈൽ മേക്കിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ഒരു പ്രൊഫൈൽ മേക്ക് ചെയ്യാം, ആരുടെ ഹിൻഡ് തന്നാലും നമുക്ക് എങ്ങനെയാണ് അത് വെച്ചിട്ട് പ്രൊഫൈൽ മേക്ക് ചെയ്യുക എന്നതൊന്ന് നോക്കാം. പഠിക്കാനൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. കാരണം നമുക്ക് വേണ്ട പോയിൻറ്റ്സ് ഹിൻസ് ആയിട്ട് അവിടെ തന്നിട്ടുണ്ടാകും. നമുക്കതൊന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി അത് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കാണുക. നമുക്ക് പ്രൊഫൈൽ മേക്കിങ്ങിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. അതിന് ഈസി ആയിട്ട് എങ്ങനെയാണ് അത് മനസ്സിലാക്കി വെക്കേണ്ടത് എന്നത് ഈ വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. എല്ലാവർക്കും ആ ഒരു പാർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൊഫൈൽ എഴുതാൻ തരുന്ന ഹിൻസിൽ ആദ്യം തരുന്ന ഹിൻ്റാണ് ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ജനന തീയതി. പിന്നീട് തരുന്നത് പ്ലേസ് ഓഫ് ബർത്ത് ആണ്, അതായത് ജനന സ്ഥലം. പിന്നീട് തരുന്നത് നെയിം ഓഫ് പേരൻസ്, മാതാപിതാക്കളുടെ പേര് വിവരങ്ങളായിരിക്കും. പിന്നീട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആയിരിക്കും, വിദ്യാഭ്യാസ യോഗ്യത. പിന്നീട് വർക്ക്സ് ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വർക്ക്സ് ആൻഡ് ബുക്സ് ആയിരിക്കും. ബുക്സുകളാണെങ്കിൽ ബുക്സ് എന്നുണ്ടാവും. വർക്ക്സ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ വർക്ക്സിലായിരിക്കും ഉണ്ടാവുക. പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള അവാർഡ്സ് വാങ്ങിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവാർഡ്സ് എന്നൊരു ഹിൻ്റ് ഉണ്ടാവും. ഇനി മരിച്ചുപോയ വ്യക്തിയാണെങ്കിൽ ഏറ്റവും അവസാനം തരുന്ന ഹിൻ്റാണ് ഡെത്ത് എന്നുള്ളത്. അപ്പോൾ ഈ പോയിൻറ്റ്സ്, ഈ ഒരു ഹിൻസിനെ, ഈ സൂചനകളെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആക്കി എഴുതിയാൽ അദ്ദേഹത്തിന് തന്നിട്ടുള്ള വ്യക്തിയുടെ പ്രൊഫൈൽ മേക്കിംഗ് ആയി. അപ്പോൾ കൃത്യമായി അത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊന്നും പേടിക്കാനൊന്നുമില്ല, പഠിക്കാനും ഒന്നുമില്ല. നമുക്ക് ആ തന്നിട്ടുള്ള ഹിൻസ് ക്വസ്റ്റ്യനിലുണ്ടാവും. ആ ഹിൻസിനെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മാത്രം മതിയാവും. അപ്പോൾ അതെങ്ങനെയാണ് കൃത്യമായി എഴുതേണ്ടതെന്ന് വീഡിയോ ഫുള്ള് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പ്രൊഫൈൽ മേക്കിംഗ് ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക: ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അബൌട്ട് ദ ഫേമസ് പേഴ്സൺ ഡോക്ടർ APJ അബ്ദുൽ കലാം. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഹിം. പ്രശസ്തനായ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് പ്രൊഫൈൽ, ജീവചരിത്രം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഹിൻസിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം കൊടുത്തിട്ടുള്ള ഹിൻ്റ് ബർത്ത് ആണ്. ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 15th October 1931 ആൻഡ് പ്ലേസ് രാമേശ്വരം, തമിഴ്നാടു എന്നാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ പേരൻസ് ആണ് ജൈൻലാബ്ദീൻ ആൻഡ് ആഷിയാമ്മ. ദെൻ എഡ്യൂക്കേഷൻ, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് സെയിൻറ്റ് ജോസഫ് കോളേജ് തിരുച്ചിറപ്പള്ളി 1954. മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 1957. ദെൻ വർക്ക്സ് ആണ്. വർക്ക്സ് എന്ന് പറയുമ്പോൾ അവർ എഴുതിയ പുസ്തകങ്ങളാകാം, ആർട്ടിക്കിൾസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മൂവ്മെൻറ്റ്സ് ആകാം, ഇങ്ങനെ എന്തും ആകാം വർക്ക്സിൽ വരുന്നത്. അപ്പോൾ വർക്ക്സ് കൊടുത്തിട്ടുള്ളത് ഇവിടെ അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്സ് ആണ്. വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ഇങ്ങനെ 3 ബുക്കുകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ അവാർഡ്സ് ആണ്. അവാർഡുകൾ കിട്ടിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഹിൻഡിൽ അവാർഡ്സ് എന്നൊരു ഹിൻഡും കൂടെ കാണും. ഇവിടെ പത്മഭൂഷൺ 1981, പത്മവിഭൂഷൺ 1990, ഭാരത് രത്ന 1997. ദെൻ ലാസ്റ്റ് വൺ, മരിച്ചുപോയ ആളാണെങ്കിൽ ഡെത്ത് എന്നൊരു ഹിൻ്റ് ഉണ്ടാവും. ഇവിടെ കൊടുത്തിട്ടുള്ളത് 27 ജൂലൈ 2015 ഷില്ലോങ്, മേഘാലയ. എവിടെ വെച്ചിട്ടാണ് മരിച്ചത് എന്നും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഹിൻസ് ആണ് APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ട് പ്രൊഫൈൽ മേക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത്. ഇത് വെച്ച് ഓരോ ഹിൻറ്റും സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ കൃത്യമായി എഴുതണം. പ്രൊഫൈൽ മേക്കിങ്ങിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് വ്യക്തിയാണോ തന്നിട്ടുള്ളത് ആ വ്യക്തിയുടെ പേര് ക്യാപിറ്റൽസിൽ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ദെൻ അണ്ടർലൈൻ ചെയ്യുക. ഇത്രയും ആദ്യം ചെയ്യണം. ഡയറക്റ്റ് ആയിട്ട് എഴുതി പോവാതെ ആ വ്യക്തിയുടെ പേര് എഴുതിയതിന് ശേഷം അണ്ടർലൈൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഹിൻസ് എഴുതാൻ പോയാൽ മതിയാവും. അങ്ങനെ തന്നെ എഴുതണം, ഇല്ലെങ്കിൽ അതൊരു പ്രൊഫൈലായിട്ട് തോന്നില്ല. സോ അയാളെക്കുറിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ അയാളുടെ പേര് തീർച്ചയായും അണ്ടർലൈൻ ചെയ്ത് എഴുതിയിട്ടുണ്ടാവണം. ക്യാപിറ്റലിനാണ് കുറച്ചുകൂടെ ഉചിതം. ഓക്കെ, അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് കൃത്യമായി അണ്ടർലൈൻ ചെയ്തതിന് ശേഷം ആദ്യത്തെ ഹിൻഡ് എഴുതാം. ആദ്യത്തെ ഹിൻഡ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബർത്താണ്. ബർത്തിൽ ഇവിടെ കൃത്യമായിട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, 15th October 1931 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തീയതി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇയർ മാത്രമല്ല. സോ നമ്മൾ എഴുതുമ്പോൾ പേര് ചേർത്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഹിൻഡ് എഴുതുമ്പോൾ ഫസ്റ്റ് ഹിൻഡ് എല്ലാ പ്രൊഫൈലിലും ബർത്ത് ആയിരിക്കും. സോ പേര് ചേർത്ത് എഴുതണം. ഇവിടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. സോ നമ്മൾ ഡോക്ടർ APJ അബ്ദുൽ കലാം മരിച്ചുപോയ വ്യക്തിയാണ്. സോ വാസ് ചേർക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഓൺ
അതായത് എക്സാക്ട് ഡേറ്റ് ഉണ്ട്. സോ അതിന് മുന്നേ നമ്മൾ ഈ തീയതി എഴുതുന്നതിന് മുന്നേ ഓൺ ചേർത്ത് എഴുതുക. ഓൺ 15th October 1931 എന്ന് എഴുതുക. ഓക്കെ, ഇനി ഇൻ കേസ് ഇപ്പോൾ ഡേറ്റ് തന്നിട്ടില്ല, അതായത് ഇയർ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഇൻ ഏത് ഡേറ്റിലാണെന്ന് എഴുതിയാൽ മതി. 1931 എഴുതിയാൽ മതിയാവും. ഇവിടെ ബോൺ ഓൺ എന്ന് എഴുതാൻ കാരണം ഡേറ്റ് കൃത്യമായി തന്നിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ തെറ്റിപ്പോയത്. ഡേറ്റ് എക്സാക്ട് ഡേറ്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, തീയതി കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, അതായത് ദിവസവും മാസവും ഒക്കെ കൃത്യമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺ എഴുതിയതിന് ശേഷം ആ ഡേറ്റ് എഴുതിയതിന് ശേഷം മാത്രം ഇയർ എഴുതുക. ഇനിയിപ്പോൾ എക്സാക്ട് ഡേറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ എഴുതിയതിന് ശേഷം ആ ഡേറ്റ് ഇയർ ഓഫ് ബർത്ത് എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഓൺ 15th October 1931 എന്ന് എഴുതി. ഓക്കെ, അടുത്ത ഹിൻറ്റ് പ്ലേസ് ഓഫ് ബർത്ത് ആണ്, അതായത് ജനിച്ച സ്ഥലം. അത് ജനിച്ച തീയതിയോട് ചേർത്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട്, ഡേറ്റ് ഓഫ് ബർത്തിനോട് കൂടെ തന്നെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതി തീർത്തത് 15th October 1931 എന്നാണ്. അപ്പോൾ അതിന് ശേഷം ഒരു കോമ കൊടുക്കുക. ദെൻ ഇവിടെ 2 പ്ലേസ് ഉണ്ട്, രാമേശ്വരം എന്നും അതുപോലെ തന്നെ തമിഴ്നാട് എന്നും. അപ്പോൾ ഈ മെയിൻ പ്ലേസ് എന്നുള്ളത് സ്റ്റേറ്റോ ഡിസ്ട്രിക്റ്റോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ 2 പ്ലേസ് ആണ്. എക്സാക്ട് പ്ലേസ് രാമേശ്വരവും പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് തമിഴ്നാടുമാണ്. സോ നമ്മൾ ആ എക്സാക്ട് പ്ലേസിന്, അതായത് കൃത്യമായി ജനിച്ച സ്ഥലത്തിന് തൊട്ട് മുന്നേ അറ്റ് ചേർക്കുക, മെയിൻ പ്ലേസിന് മുന്നേ ഇൻ ചേർക്കുക. ഓക്കെ, അപ്പോൾ കോമ ഇട്ടതിന് ശേഷം അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാടു എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സെൻറ്റൻസ് ഇങ്ങനെയാണ് എഴുതുക. ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഓൺ 15th October 1931, അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാടു എന്നാണ് ആ 2 ഹിന്നിനെ ഒറ്റ സെൻറ്റൻസ് ആക്കി എഴുതേണ്ടത്. നെക്സ്റ്റ് ഹിൻറ്റ് പേരൻസ് ആണ്, മാതാപിതാക്കൾ. ജൈനുലാബ്ദീൻ ആൻഡ് ആഷിയമ്മ എന്നാണ് കൊടുത്തിട്ടുള്ളത്. 2 പേരുടെയും പേര് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ എഴുതേണ്ടത് ഹിസ് പേരൻസ് വേർ ജൈനുലാബ്ദീൻ ആൻഡ് ആഷിയമ്മ എന്ന് വേണം എഴുതാനായിട്ട്. ഓക്കെ, മരിച്ചു പോയവരാണ്. സോ ഹിസ് പേരൻസ് വേർ ജൈനുലാബ്ദീൻ ആൻഡ് ആഷിയമ്മ എന്ന് എഴുതുക. നെക്സ്റ്റ് ഹിൻറ്റ് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ 2 എണ്ണവും തന്നിട്ടുണ്ട്. ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് സെയിൻറ്റ് ജോസഫ് കോളേജ് തിരുച്ചിറപ്പള്ളി 1954, മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 1957. ഇങ്ങനെ 2 എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ എഴുതേണ്ടത് ഹി കംപ്ലീറ്റഡ് എന്ന് തുടങ്ങി എഴുതുക. ഹി കംപ്ലീറ്റഡ്, കാരണം ആ കോഴ്സ് പൂർത്തിയാക്കിയത് കൊണ്ടാണ് ആ ഒരു ഡിഗ്രി അവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമ്മളിങ്ങനെ വേണം എഴുതാൻ. ഹി കംപ്ലീറ്റഡ്. ഇവിടെ ഇപ്പോൾ മെയിൽ ആണെങ്കിൽ ഹി ചേർക്കാം, ഫീമെയിൽ ആണെങ്കിൽ ഷീ ചേർക്കണം. ദെൻ ഹിസ് എന്ന് ചേർക്കുക. മെയിൽ ആണെങ്കിൽ ഹി ചേർത്തിട്ട് ഇവിടെ ഹിസ് ആണ് ചേർക്കേണ്ടത്. ഫീമെയിൽ ആണെങ്കിൽ ഷീ ചേർത്തിട്ട് ഹെർ എന്ന് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. സോ ഹി കംപ്ലീറ്റഡ് ഹിസ് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്. ഫസ്റ്റ് ഡിഗ്രി ഏതാണോ അത് വേണം ആദ്യം എഴുതാൻ വേണ്ടിയിട്ട്. കാരണം 2ാമത്തെ ഡിഗ്രി എപ്പോഴും ഒരു മാസ്റ്റർ ഡിഗ്രി ഒക്കെ ആയിരിക്കും. സോ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഫസ്റ്റ് ഡിഗ്രി ആണ്. ഹി കംപ്ലീറ്റഡ് ഹിസ് ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം സെയിൻറ്റ് ജോസഫ് കോളേജ് തിരുച്ചിറപ്പള്ളി എന്ന് എഴുതുക. ദെൻ കോമ ഇട്ടതിന് ശേഷം ആൻഡ്, അല്ലെങ്കിൽ കോമ ഇടാതെ ആൻഡ് ചേർത്ത് എഴുതുക. ആൻഡ് ആദ്യം തന്നെ നമ്മൾ കംപ്ലീറ്റഡ് എന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് പിന്നീട് ഈ മാസ്റ്റർ ഡിഗ്രിക്ക് കംപ്ലീറ്റഡ് എന്ന് എഴുതേണ്ട കാര്യമില്ല. സോ ആൻഡ് ചേർത്തിട്ട് മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇൻ 1957 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഹി കംപ്ലീറ്റഡ് എന്ന് എഴുതിയത് കൊണ്ട് ഈ 2 ഡിഗ്രിക്കും സെപ്പറേറ്റഡ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല, ആൻ ചേർത്ത് എഴുതിയാൽ മതിയാവും. അപ്പോൾ അങ്ങനെയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ ചേർത്ത് എഴുതാം. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ, അതായത് ഇത് രണ്ടും അല്ലാതെ ഏതെങ്കിലുമൊക്കെ വേറെയും ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ കംപ്ലീറ്റഡ് എന്ന് അടുത്ത സെൻറ്റൻസിലാക്കി എഴുതിയാലും മതിയാവും. ഓക്കെ, ഒരുപാട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതുക. ഇപ്പോൾ 2 എണ്ണേ ഉള്ളൂ, സോ നമുക്ക് അത് കണക്ട് ചെയ്ത് എഴുതാം. ശ്രദ്ധിക്കേണ്ട കാര്യം 2 എണ്ണേ ഉള്ളെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാവുന്നേ ഉള്ളൂ. ഒരുപാടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് എഴുതിയാൽ മതിയാവും. ഏതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതും ഇയർ തന്നിട്ടുണ്ടെങ്കിൽ ഇയറും കൂടെ ചേർത്ത് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. അത് തെറ്റിപ്പോകരുത്. ഓക്കെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എത്ര എണ്ണം ഉണ്ടോ അത് അത്രയും തന്നെ പ്രൊഫൈലിൽ ഉണ്ടാവണം. ഒരെണ്ണം പോലും മിസ് ചെയ്ത് പോകരുത്, മാർക്ക് കുറയും. ഓക്കെ, നെക്സ്റ്റ് ഹിൻറ്റ് വർക്ക്സ് ഓർ ബുക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മൂവ്മെൻറ്റ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും തരാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ ആർട്ടിക്കിൾസ് ആണോ ബുക്സ് ആണോ എന്ന് അറിയാത്ത പക്ഷം നമ്മൾ ബുക്ക് എന്ന് എഴുതണ്ട, വർക്ക്സ് എന്ന് എഴുതിയാൽ മതിയാവും. സോ ഇദ്ദേഹത്തിന് 3 ബുക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് എഴുതിയിട്ട് എഴുതാം.
ഒന്നിൽ കൂടുതലുള്ളതുകൊണ്ട് ഹിസ് ഫേമസ് വർക്ക്സ് ആർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ വർക്ക്സ് ആർ എന്ന് എഴുതിയിട്ട് കോമ ഇട്ടതിന് ശേഷം വിങ്സ് ഓഫ് ഫയർ, കോമ ഇന്ത്യ 2020, കോമ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഇങ്ങനെ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക്സ് ആണോ ആർട്ടിക്കിൾസ് ആണോ അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് ആണോ എന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് നമ്മൾ വർക്ക്സ് എന്ന് എഴുതിയാൽ മതിയാവും, ബുക്സ് എന്ന് എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ അവാർഡ്സ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡ്സ് പത്മഭൂഷൺ 1981, ഭാരത് രത്ന 1997, പത്മവിഭൂഷൺ 1990 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓർഡറായിട്ടല്ല കൊടുത്തിട്ടുള്ളത്, നമ്മൾ ഓർഡറിലാക്കി എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ അവാർഡ്സ് റിസീവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് എന്ന് എഴുതിയിട്ട് അവാർഡ്സ് ഇയർ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇയർ ആയിട്ട് തന്നെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിങ് പത്മഭൂഷൺ ഇൻ 1981, കോമ ഇട്ടതിന് ശേഷം ദെൻ അടുത്ത തൊട്ടടുത്ത് കിടക്കുന്ന ഇയർ പത്മവിഭൂഷൺ വാങ്ങിയ ഇയറാണ് 1990. സോ പത്മവിഭൂഷൺ ഇൻ 1990 ആൻഡ് ഭാരത് രത്ന ഇൻ 1997 എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒന്നിൽ കൂടുതൽ അവാർഡ് ഉണ്ടെങ്കിലാണ് ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് എന്ന് എഴുതുക. ദെൻ ലാസ്റ്റ് വൺ ഡെത്ത് ആണ്. ഇദ്ദേഹത്തിൻ്റെ ഡെത്ത് ഡേറ്റ് എന്നുള്ളത് 27th July 2015 ആണ്. സോ നമ്മൾ എഴുതേണ്ടത് ബർത്ത് എഴുതിയതുപോലെ തന്നെ ഹി ഡൈഡ് ഓൺ, എക്സാക്ട് ഡേറ്റ് തന്നിട്ടുള്ളതുകൊണ്ട് ഹി ഡൈഡ് ഓൺ 27th, അതായത് മരിച്ചു പോയതാണ്. അപ്പോൾ ഡെത്ത് നല്ല എഴുതേണ്ടത് ഡൈഡ് എന്ന് എഴുതുക. സോ ഹി ഡൈഡ് ഓൺ 27th July 2015 എന്ന് എഴുതുക. ദെൻ കോമ ഇടുക, പ്ലേസ് തന്നിട്ടുണ്ട്. സോ 2 പ്ലേസ് ആയതുകൊണ്ട് അറ്റ് ഷില്ലോങ് ഇൻ മേഘാലയ എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രൊഫൈൽ മേക്കിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രൊഫൈൽ എങ്ങനെയാണ് മേക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഒരു പ്രൊഫൈൽ മേക്ക് ചെയ്ത് നോക്കുക. അതായത് ആരുടെയെങ്കിലും ഒരു ഫേമസ് പേഴ്സൻ്റെ ലൈഫ് ഹിസ്റ്ററിയിലെ ഒരു ഹിൻസ് എടുത്തിട്ട് ആ ഹിൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം എഴുതാൻ നോക്കുക, ഒരു പ്രൊഫൈൽ മേക്ക് ചെയ്ത് നോക്കുക ഈ രീതിയിൽ തന്നെ. ഓക്കെ, ദെൻ ഇനി അത് പ്രൊഫൈലിൽ എവിടെയെങ്കിലും പ്രൊഫൈലായിട്ട് ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ എഴുതിയത് പെട്ടെന്ന് കമ്പയർ ചെയ്ത് നോക്കുക, ശരിയാണോ നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരുമ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യന് മാർക്ക് ഒരിക്കലും കുറയത്തില്ല. പ്രൊഫൈൽ മേക്കിംഗ് നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത് നമ്മൾ എഴുതാനും പഠിക്കാനും ഒന്നുമില്ല, നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. കാരണം ഹിൻസ് എല്ലാം, സൂചനകളെല്ലാം തരും. നമുക്കിതിനി എങ്ങനെ എഴുതേണ്ടതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയാവും. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ഈ രീതിയിൽ തന്നെ എഴുതി നോക്കുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ.